നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്റ്റേക്കേഷൻ വീഡിയോ ആണ്. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട് ഏരിയയിലെ റോവ് അറ്റ് ദ പാർക്ക് എന്ന ഹോട്ടലിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ചെക്ക് ഇൻ ടൈം വരുന്നത് 3 PM ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഓൾമോസ്റ്റ് 50 minutes ഡ്രൈവ് ഉണ്ട് ഈ ഹോട്ടലിലേക്ക്. ഡിസ്റ്റൻസ് കിലോമീറ്റർ വൈസ് പറഞ്ഞാൽ 80 കിലോമീറ്റർ. ഗ്രീനറി നിറഞ്ഞ പ്രദേശങ്ങളും റോഡും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഹോട്ടലിൻ്റെ മുമ്പിലുള്ള പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് ചെല്ലുകയാണ്. ഈ കാണുന്നതാണ് ലോബി ഏരിയ, വളരെ വിശാലമായ ലോബി ഏരിയ. ഗൂഗിളിൽ ടോപ്പ് 5 കിഡ്സ് ഫ്രണ്ട്ലി ഹോട്ടൽ ലിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഹോട്ടലാണ് റോവ് അറ്റ് ദ പാർക്ക്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേക്കേഷന് വേണ്ടി ഞാൻ ഈ ഹോട്ടലിൽ ചൂസ് ചെയ്യാൻ കാരണം. ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തിയാക്കി റൂമിലേക്ക് നടക്കുകയാണ്. 206 ആണ് ഞങ്ങളുടെ റൂം നമ്പർ. അങ്ങനെ റൂമിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അത്ര വലിയ റൂമൊന്നുമല്ല, വളരെ ഒതുങ്ങിയ ഒരു സ്മോൾ റൂമാണിത്. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും റൂമിൽ തന്നെ ഉണ്ട്. നമുക്ക് കോഫി ഉണ്ടാക്കാനുള്ള ഒരു കോഫി ടേബിളും അതിലുള്ള കോഫി ഉണ്ടാക്കാനുള്ള ഐറ്റംസും പിന്നെ അത്യാവശ്യം ഒരു ക്യൂൻ സൈസ് ബെഡും ഉണ്ട്. വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്. അതിൻ്റെ മുകളിലായിട്ടൊരു സീനറി, ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് സ്ട്രീറ്റ് വ്യൂ ആണ്. ഈ ഹോട്ടലിൽ 2 ടൈപ്പ് വ്യൂസ് ആണുള്ളത്. ഒന്ന് പൂൾ വ്യൂ അല്ലെങ്കിൽ സ്ട്രീറ്റ് വ്യൂ. ഇതാണ് സ്ട്രീറ്റ് വ്യൂ. പിന്നെ ഇതിൻ്റെ വാഷ്റൂം എന്ന് പറയുമ്പോൾ വാഷ്റൂമും റൂം സൈസ് ചെറുതായതുപോലെ തന്നെ വാഷ്റൂമും അത്ര വലിയ ബിഗ് സൈസ് ഒന്നുമല്ല, ഒരു സ്മോൾ സൈസ് വാഷ്റൂമാണ്. നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. കിഡ്സ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്ലി ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ അത് അന്വർത്ഥിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. നമുക്ക് ഇവിടെ ടേബിൾ ടെന്നീസിൻ്റെ ഒരു ബോർഡ് കാണാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇവിടെ ബ്രിക്സ് വെച്ച് കളിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രിക്സ് മീൻസ് ഒരു വുഡൻ ബ്രിക്സ് വെച്ച് ഇങ്ങനെ ബിൽഡിങ്സ് ഒക്കെ ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കി കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഇതിൻ്റെ പൂൾ ഏരിയയ്ക്ക് മുന്നോടിയായി തന്നെ ഇവിടെ ജിമ്മ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗെയിം കളിക്കാനുള്ള കുറച്ച് ഏരിയാസ്, ഗെയിമിങ്ങിൻ്റെ കുറച്ച് മിഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിം ഏരിയ ഉണ്ട്. അത്യാവശ്യം ഒരുപാട് ഫാമിലി ഇവിടെ സ്റ്റേക്കേഷൻ വന്നിട്ടുണ്ട്. കുട്ടികളാൽ നിറഞ്ഞിരിക്കുകയാണ് ഈ ആക്ടിവിറ്റീസ് ഏരിയ എല്ലാം. കണ്ടില്ലേ, കുട്ടികൾ ഇവിടെ സ്കേറ്റിംഗ് അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഇവിടെ 2 ബിഗ് സ്ക്രീനിൽ നമുക്ക് പ്ലേ സ്റ്റേഷൻ കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അവിടെയൊക്കെ ഫുൾ ടൈം കുട്ടികളായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ലോണ്ട്രി ഏരിയ, വാഷിംഗ് മെഷീൻ വാഷ് ചെയ്യാനുള്ള ഏരിയ, അതുപോലെ തന്നെ അയണിങ് ചെയ്യാനുള്ള ഏരിയ, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പൂൾ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ട്രീസാണ്. വലിയ ചട്ടികളിൽ ഇങ്ങനെ ഒരുപാട് ട്രീസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഹോംലി ഫീൽ കൊണ്ടുവരാൻ അതിന് സാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കായി ഒരു പ്രത്യേകം ഏരിയ ഇവിടെ പൂളിൻ്റെ ചേർന്ന് തന്നെയുണ്ട്. അവർക്കിങ്ങനെ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ. അപ്പോൾ ഇച്ചു ഫസ്റ്റിലെ പൂളിൽ ഇറങ്ങാതെ ഇച്ചുവിനെ കൊണ്ട് ഞാൻ ആ ഏരിയയിലേക്കാണ് പോയത്. അവനതിൽ ഓടി കളിക്കുകയാണ്. നല്ല ചൂടുള്ളൊരു സീസണാണിത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ തണുപ്പുള്ള കുറച്ച് വെള്ളത്തിൽ കളിക്കാനുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ളൊരു ആക്ടിവിറ്റി കിട്ടിയപ്പോൾ അത് അത്യാവശ്യം ഇച്ചുവിനും ഒക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് പുള്ളി ഇങ്ങനെ വെള്ളം ഇടയ്ക്ക് പൊങ്ങി വരും, പിന്നെ ഇടയ്ക്ക് താന്നു പോകും. അപ്പം ആൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ ഏരിയയിൽ എന്തായാലും ഒത്തിരി കുട്ടികളൊന്നുമില്ല. കൂടുതലും കുട്ടികളെല്ലാം തന്നെ പൂളിൽ അവരുടെ പേരൻസിൻ്റെ കൂടെ ഇറങ്ങിയൊക്കെയാണ്. അപ്പം ഞാനും പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവനെ കുറച്ചേരം ഇവിടെ കളിപ്പിച്ചിട്ട് ദെൻ പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു.
ഓൾമോസ്റ്റ് ഒരു 1 അവർ പൂളിൽ ചാടിയ ശേഷം റൂമിൽ തിരിച്ചെത്തി. അങ്ങനെ സൺസെറ്റിന് ടൈമായി. ഈ റൂമിൻ്റെ വ്യൂവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തായാലും നാളെ രാവിലെ ആ മോർണിംഗ് ടൈമിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകാനുള്ള പ്ലാനിലാണ്. ഡിന്നർ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും ചെയ്യുന്നത് നമ്മുടെ പ്ലേ സ്റ്റേഷൻ ഏരിയയിലേക്കാണ്. വന്നപ്പോൾ മുതൽ പ്ലേ സ്റ്റേഷൻ കളിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ ഏത് ടൈമിലും അവിടെ വെയിറ്റിങ്ങിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കിതുവരെ കളിക്കാൻ കിട്ടിയില്ല. ഇപ്പോൾ നൈറ്റ് ഒരു 10 o'clock ആയിട്ട് നമ്മൾ ചെന്നപ്പോഴും ഇതാണ് അവസ്ഥ. പല ഫാമിലീസിൽ നിന്ന് വന്ന കുട്ടികളാണ്. പക്ഷേ അവിടെ വന്നപ്പോൾ അവരെല്ലാം കൂടി ഒരു സ്കൂളിൽ നിന്ന് ടൂർ വന്ന പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കുന്നു, ഒരുമിച്ചിരുന്ന് പല സംസാരവും. ഇതാണ് നൈറ്റിലെ പൂൾ വ്യൂ. ലൈറ്റൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈവനിങ്ങിൽ അപേക്ഷിച്ച് അത്ര തിരക്കില്ല നൈറ്റിൽ. എന്തായാലും ഞങ്ങൾ അവിടെ നിന്നും റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ഹോട്ടലിൽ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് റേറ്റ് കൂടുതലാണെന്ന് നമ്മൾ ഇനീഷ്യലി വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. സെയിം സൂപ്പർ മാർക്കറ്റ്സിലെ റേറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊരു വെയിറ്റിംഗ് ഏരിയ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാനും ഒക്കെ ഉള്ളൊരു വെയിറ്റിംഗ് ഏരിയ, അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ വന്നിരുന്ന് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പെപ്സിയൊക്കെ മേടിച്ച് ഞാനും ഇച്ചും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും കുട്ടികളാരും അങ്ങനെ 10 o'clock കഴിഞ്ഞു. പക്ഷേ കുട്ടികളെല്ലാവരും തന്നെ ഇപ്പോൾ അവിടെ ഗെയിം കളിയും അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും സംസാരവും ഒക്കെയാണ്. ഇപ്പോഴും ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. എന്തായാലും ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് രാവിലെ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ റൂം വ്യൂവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ സൂം ചെയ്ത് വരുമ്പോൾ നിങ്ങൾ നേരെ കാണുന്ന ആ ഏരിയ, അല്ലെങ്കിൽ ആ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഒരു സ്മോൾ ബിൽഡിംഗ്, ഇതാണ് ഞാൻ കഴിഞ്ഞ 3 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓഫീസ് ഇരിക്കുന്ന പവർ പ്ലാന്റ് ഏരിയ. ആ കാണുന്ന ടവർ പോലെ കാണുന്നതാണല്ലോ, അതൊക്കെ പവർ പ്ലാന്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയയാണ്. അവിടെയുള്ള ഒരു ബിൽഡിങ്ങിലാണ് എൻ്റെ ഓഫീസ് വരുന്നത്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ റൂമിൽ നിന്ന് കറക്റ്റ് ആ ഓഫീസിൻ്റെ വ്യൂവും എനിക്ക് കാണാൻ പറ്റും. ഇനിയാണ് കാത്തിരുന്ന ആ നിമിഷം, ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഈ സ്റ്റേക്കേഷനുകൾ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സംഭവമാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മൾ ഹോട്ടലിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിലെത്തി. ഒരുപാട് ഐറ്റംസ് രാവിലെ തന്നെ ഇത്രയൊന്നും രാവിലെ നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. രാവിലെ തന്നെ ബ്രെഡ് ഐറ്റംസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഓവൻ ചെയ്ത ഐറ്റംസും, നമ്മുടെ ഡോണറ്റ്സ് പോലത്തെ ഐറ്റംസും, സലാഡും, കുബൂസും, സോസേജും, അതുപോലെ തന്നെ ചിക്കൻ വെച്ചുള്ള ഐറ്റംസും, കൂടാതെ ഇഡ്ഡലിയും സാമ്പാറും വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് മെനുവിൽ നിന്ന് ഒരു ഐറ്റം സ്പെഷ്യലായിട്ട് അവരോട് ഓർഡർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഇൻസ്റ്റൻ്റ്ലി പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു 2 ഐറ്റംസ്, ഒരു ഐറ്റംസ് എനിക്ക്, ഒരു ഐറ്റംസ് റെജിയാക്ക്, അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ മെനു നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവരുടെ ഈ അറേഞ്ച്മെൻറ്റ്സും ലൈറ്റിങ്സും ഒക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത ഐറ്റം എത്തി. ടോസ്റ്റഡ് ബ്രെഡ്, സ്ക്രാമ്പിൾഡ് എഗ്ഗ്, കൂടാതെ സാൽമൺ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പച്ചയായിട്ടൊരു സാൽമൺ പീസ് എൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഇതൊന്ന് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലും ചെയ്തിട്ടില്ല.
അതേപോലെ പച്ചയായിട്ടാണ് കൊണ്ടുവന്നേക്കണേ. എന്തായാലും ഓർഡർ ചെയ്ത സാധനം ഒന്ന് കഴിച്ചു നോക്കണമല്ലോ. അങ്ങനെ ഞാൻ ആ പച്ച സാൽമൺ എടുത്ത് ഒരു ബൈറ്റ് കടിച്ചു. ഒരു എന്താ പറയുക, സാൽമണിൻ്റെ ആ പച്ചച്ചവയുണ്ടല്ലോ അതൊട്ടും നമുക്ക് പറ്റില്ല. പക്ഷേ ആ ബ്രെഡ് നല്ല ക്രിസ്പി ആയതുകൊണ്ടും അതിൽ എഗ്ഗ് ഉള്ളത് കൊണ്ടും ഞാൻ 1-2 ബൈറ്റ് എടുത്തു. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അവസാനം അതിലെ സാൽമണിൻ്റെ ആ ഫിഷിൻ്റെ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ആ ബ്രെഡും എഗ്ഗും കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ ആ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി ഉടനെ തന്നെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് ജ്യൂസൊക്കെ കുടിച്ചു. പച്ച സാൽമൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് എന്തായാലും അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും കഴിക്കാൻ പറ്റിയില്ല. പല വീഡിയോസിന് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് പല ആളുകളും ഇങ്ങനെയുള്ള സാൽമൺ പീസ് കഴിക്കുന്നത്. പക്ഷേ എന്തോ എനിക്ക് പറ്റിയില്ല. ഇത് റെജി ഓർഡർ ചെയ്തതായിട്ടാണ് ടർക്കി ചിക്കൻ വിത്ത് എഗ്ഗ്. അത് ഓക്കെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് നല്ല ഷാലോ ഫ്രൈ ചെയ്ത മഷ്റൂംസും പൊട്ടറ്റോയും ഒരു പൊട്ടറ്റോയൊക്കെ ഉണ്ട്. അതെന്തായാലും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമായിരുന്നു. അതും ഞാൻ കഴിച്ചു. എന്തായാലും സാൽമൺ ഓർഡർ ചെയ്തപ്പം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ ഒരു പച്ച പീസായിരിക്കും എൻ്റെ മുന്നിലോട്ട് വരുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ടർക്കി ചിക്കൻ വിത്ത് എഗ്ഗ്, ദാറ്റ്സ് ഗുഡ്. ഭക്ഷണം കഴിച്ച ആ എനർജിയിൽ വീണ്ടും ആക്ടിവിറ്റി ഏരിയയിൽ പോയി കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ച് നിന്നു. ടേബിൾ ടെന്നീസും പിന്നെ അവിടെ ഒരു ഫുട്ബോളിൻ്റെ ഒരു ബോർഡുണ്ട്. അതും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. അതും കുറച്ച് നേരം കളിച്ചു. അങ്ങനെ തിരിച്ച് വീണ്ടും റൂമിലേക്ക് എത്തി. കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ട് ഞങ്ങൾ ഫ്രഷായി ചെക്കൗട്ട് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. എന്തായാലും നല്ലൊരു സ്റ്റേക്കേഷനായിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പാർക്സ് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പം പിന്നെ കുട്ടികൾക്ക് അത്യാവശ്യം കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ ഇച്ചു വളരെ നല്ല രീതിയിൽ തന്നെ അവനെ എൻജോയ് ചെയ്തു. ഒരുപാട് ഇഷ്ടമായി. അവർക്ക് അവിടെ നിന്ന് പോകാൻ തന്നെ മടിയായിരുന്നു. എന്നാലും നല്ലൊരു സ്റ്റേക്കേഷനായിരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.